അധ്യാത്മരാമായണം 2-ാം ദിവസം. ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് ദശരഥന്റെ പുത്രലാഭാലോചനയും പുത്രകാമേഷ്ടി മുതലായ ഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. അധ്യാത്മരാമായണം 2-ാം ദിവസം പുത്രലാഭാലോചന. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാ വീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമനങ്കജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്ന് മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ. എന്തു നല്ലോ നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായകയാൽ എനിക്ക് രാജ്യാദി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതബോധനൻ വസിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു, നിനക്ക് 4 പുത്രന്മാരുണ്ടായി വരും, അതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ. വൈകാതെ വരുത്തണം ഋഷ്യശൃംഖന ഇപ്പോൾ ചെയ്യുക നീ ഗുണനിധേ പുത്രകാമേഷ്ടി ധർമ്മം. പുത്രകാമേഷ്ടി തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ വന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂതീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാനതുകാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടൊരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വഹ്നിദേവൻ. താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതം എന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു. താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്ക് അർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു വരുമതുകാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉത്പലാക്ഷികൾക്ക് അനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം. ദിനംതോറും അല്പഭാഷിണിമാർക്ക് വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്ത പുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലം അർഭകന്മാരും 4 പിറന്നാരുടനുടൻ.
ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കലച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കിടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥൻ ഉദയം കർക്കിടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിത് കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുട ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധം ഉദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോത്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മല മകുടവും സുന്ദര ജിഗുരവും അളക സുഷുമയും കാരുണ്യാമൃതരസ സമ്പൂർണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഘനവും ശംഖചക്രാബ്ജ ഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചീ നോപുര മുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ. നിന്തിരുവടി മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദി ഗുണത്രയമാശ്രയിച്ചെന്തിനിതെന്നുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയൻ ഏകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തിം നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കന്മഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജ്ജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയ നിലയനൻ അദ്വയന്നജനമൃതാനന്ദൻ നാരായണൻ വിദ്വന്മാനസ പത്മമധുവൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടിനൂനം. നിന്തിരുവഴിയുടെ ജഠരത്തിങ്കൽ നിത്യമന്തമില്ലാതോളം ബ്രഹ്മാണ്ഡങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുട ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം? പോറ്റി
ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാം എനിക്കിപ്പോൾ. ഭർത്തൃപുത്രാർത്ഥാകുല സംസാര ദുഃഖാംബുധൗ നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്ന് നിൻ പാദാംഭോജം കാണാനും യോഗം വന്നു. ത്വൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണമിക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപദേ. കേവലമലൗകികം വൈഷമമായ രൂപം ദേവേശ മറയ്ക്കേണം മറ്റുള്ളോർ കാണും മുമ്പേ. ലാളനാശ്ലേഷാദ്യാനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. പുത്രവാത്സല്യ അവ്യാജ്യമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ഭക്തി പൂണ്ടിദ്ധം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു. മാതാവേ, ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാലേതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നോരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ. മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരതു കാരണം ഇപ്പോളേവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോ നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളുകെന്നാൽ വന്നീടും മോക്ഷം ഇല്ല സംശയമേതും. യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവന് സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാം. ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൊണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നു. ഇന്ദ്രനീലാഭമുണ്ട് സുന്ദരരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാകര വൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താൻ. നന്ദനനുണ്ടായതെന്നാശു കേട്ടോരു പങ്ക്തിസ്യന്തനനഥ പരമാനന്ദാകുലനായാൻ. പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ. പുത്രവക്താബ്ജം കണ്ടു ദുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു. പിന്നെ ജാതനായിതു കൈകേയി സുതൻ പിറ്റേന്നാളും. സുമിത്രാപുത്രന്മാരായുണ്ടായി തിരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പെയ്തിതു സന്തോഷം കൊണ്ട ശ്രുക്കൾ ജനങ്ങൾക്കും. സ്വർണരത്നൗഘ വസ്ത്ര ഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനാം വിണ്ണവർ നാട്ടിലുമുണ്ടായതു മഹോത്സവം. കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാം ഇവങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും. ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമൻ എന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ.
ഭരണ നിപുണനാം കൈകേയി തനയനു ഭരതനെന്നു നാമം അരുളി ചെയ്തു മുനി. ലക്ഷണാന്വിതനായ സുമിത്രാതനയന് ലക്ഷ്മണനെന്നു തന്നെ നാമവും അരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനം. നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ. സാമോദം ബാലക്രീഡാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും. ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും വരുവേടുന്നു പായസാംശാനുസാരവശാൽ. കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറമ്പുണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണാഭംഗവീക്ഷണം കൊണ്ടും സാരസ്യ അവ്യക്തവർണ്ണാലാപപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദ ദേഹമാർദ്ദവം കൊണ്ടും ബന്ധൂകദന്താംബരചുംബനരസം കൊണ്ടും ബന്ധുരദന്താങ്കുര അസ്പഷ്ടഹാസാഭ കൊണ്ടും ഭൂതലസ്ഥിതപാദാബ്ജദ്വയാനം കൊണ്ടും ചേതോ മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം. ഫാലദേശാന്തേ സ്വർണാശ്വദ്ധവർണാകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അതിമഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ടലം മിന്നീടുന്ന സ്വർണദർപ്പണസമ ഗണ്ഡമണ്ഡലങ്ങളും ശാർദൂലനഖങ്ങളും വിദ്രുമമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്തുചാർത്തിടുന്നൊരു കണ്ഠകാദ്യോദ്യോതവും മുത്തുമാലകൾ വനമാനകളോടും പുണ്ട വിസ്തൃതോരസി ചാർത്തും തുളസീ മാല്യങ്ങളും നിസ്തുലഭ്രഭവത്സലാഞ്ചന വിലാസവും മംഗതങ്ങളും വലയങ്ങളും മങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോപരി ചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ കൊണ്ടു സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്കു നാഥൻ. ജയ 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 സീതാരാമ ജയ 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 ലക്ഷ്മണനേ ജയ 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 ശ്രീ രഘുരാമ ജയ 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 ശ്രീരാമ.